ഇപ്പോൾ അനുപമ സന്തോഷ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. അനുപമയുടെ വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ BJP നേടിയ ആ ഒരു ചരിത്ര വിജയം പോലെ തന്നെ കേരള സംസ്ഥാനം നോക്കിക്കാണുന്ന ഒന്നാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രം, മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സ്ഥലത്താണ് അനുപമ വലിയ തോതിൽ വിജയിച്ച് കയറിയിരിക്കുന്നത്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു മകുടോദാഹരണമായി അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ വിജയമായി തന്നെ അതിനെ വ്യാഖ്യാനിക്കാം. എന്തായാലും ഇപ്പോൾ ഈ ആക്രമണം നടത്തിയ CPM ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നയമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പക്ഷേ ഉണ്ടായിരിക്കുന്നത്. ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് FIR-നകത്ത്. എങ്ങനെയാണ് അനുപമ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം. ഞാൻ ഇവിടുന്ന് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഓഫീസേഴ്സ് വന്നു. ഓഫീസേഴ്സിന്റെ മുൻപിൽ വെച്ചിട്ടാണ് CPM പ്രവർത്തകൻ ചേട്ടനെ അടിച്ചത്. അതിന്റെ പുറകെ വൈകുന്നേരത്ത് 4 മണിക്ക് അരുന്നരുത്തുപാറയിൽ പ്രശ്നം ഉണ്ടാക്കിയവരിൽ 2 പേര്, അരുണും വിശാഖും കൂടെയാണ് അതിനോടൊപ്പം പുറകിൽ വന്നത്. അവരുടെ മുമ്പിൽ വെച്ച് സംഭവം നടന്നതുകൊണ്ട് SP ഓഫീസിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മൊഴി എടുത്തിരുന്നു. ഹസ്ബൻഡിന്റെ പേരിൽ എടുത്തിരുന്നു. എന്റെ പേരിൽ വനിതാ പോലീസ് ഓഫീസർ എഴുതിയ ആ മൊഴിയിൽ ഈ FIR വന്നപ്പോൾ ഞാൻ അതിനകത്തൊന്നും ആ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒന്നും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ മൊഴി പകർപ്പ് ഞാൻ ഇന്ന് തിരിച്ച് മേടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഈ ഞാൻ കൊടുത്തതെല്ലാം ഉണ്ടോ എന്ന് എനിക്ക് അറിയണം. ഞാൻ എന്തായാലും വായിച്ചു നോക്കിയിട്ടാണ് സൈൻ ചെയ്തത്. അതുകൊണ്ട് അതെനിക്കൊന്ന് അറിയണം. പിന്നെയെന്ന് വെച്ചാൽ ഇതുവരെ നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലും ആ സമയം തൊട്ട് ഇതുവരെ അവര് പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്റെ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ പുറത്തു നിന്ന് നമ്മളോട് അനുവാദം ചോദിച്ചിട്ടാണ് അവരകത്ത് കയറ്റി വിടുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഒരു നല്ല രീതിയിൽ പ്രൊട്ടക്ഷനാണ് ഉള്ളത്. കാരണം പുറത്ത് അവർ അലമുറ കൂട്ടുന്നുണ്ട്, എന്തും ചെയ്യും എന്നുള്ളത്. എനിക്ക് പ്രവർത്തിക്കാൻ ഇവിടെ ഇറങ്ങി ജനങ്ങൾക്ക് വികസനം ഞങ്ങൾ കൊടുത്തോളാം, നീ ആയിട്ട് തൽക്കാലം വികസനം ഒന്നും ഉണ്ടാക്കണ്ട എന്നാണ് അലമുറ കൂട്ടുന്നത്. അതൊക്കെ അവർ ചെയ്തോട്ടെ. എനിക്ക് അവരോട് CPM-ന്റെ ഗുണ്ടകളായിട്ടുള്ള ഈ 4 പേരാണ്. ആ ഗുണ്ടകൾ എന്ന് തന്നെ പറയാൻ 1-2 പേരെ പറയാൻ തന്നെ വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് റോഡ് സൈഡിൽ തന്നെയാണ് പാർട്ടി ഓഫീസ്. ഈ CPM-ന്റെ പാർട്ടി ഓഫീസ്. അവിടെ ഉള്ള ഇരുന്ന് നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഒരാൾ ആണ് വന്ന് മദ്യപിച്ചിട്ട് വന്ന് എന്റെ ഹസ്ബൻഡിനെ സ്നേഹത്തോടെ വിളിച്ചിട്ട് അടിച്ചത്. അപ്പൊ അതിൽ അതിയായ വിഷമോ ഷോക്ക്ഡ് ആയിപ്പോയി ഞങ്ങൾ ആ സമയത്ത് തന്നെ. അപ്പൊ പിന്നെ വന്നെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അനിയനായിട്ട് കണ്ട ഒരു വിഷ്ണുവിന്റെ സഹോദരനാണ് വിശാഖ്, കുക്കു എന്ന് വിളിക്കുന്നത്. അവനും ഈ പ്രവൃത്തിയിൽ ഉള്ളത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വീണ്ടും ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം വെച്ചാൽ ഞങ്ങളൊന്നും ഇവരെ ഈ രീതിയിൽ കണ്ടിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ എന്ത് കാര്യത്തിനും എന്റെ ഭർത്താവും ഞങ്ങളും നല്ല രീതിയിൽ ഈ CPM-ന്റെ പ്രവർത്തകരായാലും UDF-നോടായാലും നല്ല രീതിയിൽ സോഷ്യലായിട്ട് സംസാരിക്കുക. ഞാൻ 2015 തൊട്ട് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതാ. ഇലക്ഷൻ വരും അന്ന് മുതൽ തുടർച്ചയായിട്ട് ഞാൻ ഇലക്ഷന് നിൽക്കുന്ന. ഇലക്ഷൻ വരും, ഞാൻ പ്രവർത്തിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഞാൻ ഈ CPM-ന്റെ എല്ലാ പ്രവർത്തകരോട് സഹകരിക്കുകയും അവർ ഓരോരുത്തരുടെ വീടുകളിൽ സഹകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ആരോടും വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഞാൻ കൂടുതൽ ആരോടും ഒന്നും ചെയ്യാറില്ല. അങ്ങനെയുള്ള എനിക്ക് ഇപ്പൊ ഞാൻ ജയിച്ചപ്പോ ഇവർക്ക് എന്തുകൊണ്ട് ഇത് അംഗീകരിച്ചു കൂടാ? ഇത് എല്ലാവരെയും ഞാൻ CPM-ന്റെ എല്ലാവരും ഉൾപ്പെടുത്തി പറയുകയല്ല. അതില് ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചപ്പോ മേൽഘടകങ്ങളിൽ ആരുടെയും അവരുടെ അനുഭവത്തോടു കൂടിയല്ല ഈ 4 പേരും ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു നമുക്ക് നടപടി വേണം. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ഒരു സമാധാനം ആഗ്രഹിക്കാൻ വേണ്ടി, ഇനി ജനങ്ങൾക്ക് ഒരു അക്രമ രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് ഞാൻ. എനിക്ക് അവരിലേക്ക് എത്തണം. അവർക്ക് അർഹതപ്പെട്ടത് എനിക്ക് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് അവസരം നൽകണം. എന്നെ ശല്യപ്പെടുത്താൻ പാടില്ല. എനിക്ക് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണം എന്ന് ഉണ്ട്. എനിക്ക് അതിനൊരു അനുവാദം തരണം, എന്നുവെച്ചാൽ അനുവദിച്ചു തരണം. ഇവര് എന്ത് ചെയ്താലും ഇവർ ഈ തോൽവി അംഗീകരിച്ചേ മതിയാകൂ. എനിക്ക് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ 3 ദിവസമായിട്ട് ഞാൻ പറയാനുള്ളത് അത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിൽ നമുക്ക് ഇതുവരെ ഒരു അന്വേഷിക്കുകയോ ഈ കേസ് ഇങ്ങനെ പോയിട്ട് ഇതിനെക്കുറിച്ച് ഈ 3-ാം ദിവസമായിട്ട് പോലും ആരും ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഇവർ ഈ അനുപമ, ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്? കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മുതൽ CPM ക്രിമിനലുകൾ തുടർച്ചയായി ആക്രമണം നടത്തുകയായിരുന്നു. അത് അനുപമയ്ക്കും കുടുംബത്തിനും നേരെ മാത്രമല്ല, അവിടുത്തെ മറ്റ് BJP പ്രവർത്തകർ, വനിതാ പ്രവർത്തകർക്ക് നേരെ ഉൾപ്പെടെ കയ്യേറ്റം നടന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഇപ്പോൾ പുതിയ അക്രമ സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ?
ഇന്നലെ രാത്രിയിലൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഇലക്ഷൻ ദിവസത്തിന്റെ അന്ന് രാത്രി ഉണ്ടായതിനു ശേഷം പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക്. അവർക്ക് ഷിഫ്റ്റ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്, രാത്രി ആയാലും പകലായാലും. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതില്, നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ ജീവന്റെ, എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. എന്റെ ഭർത്താവിന് ഓരോ വീടുകളിലും പോയി കേബിൾ TV ടെക്നീഷ്യനാണ്, ഈ പത്രം ഇടുന്ന ഒരു ന്യൂസ് പേപ്പർ ബോയ് ആണ്. അപ്പൊ ഇവിടെയൊക്കെ ചെല്ലണം. രാവിലെ 4:30 പത്രം ഇടാൻ പോകുന്ന ആളിപ്പോ 6 മണിക്കാ പോകുന്നത്. കാര്യം വേറൊന്നുകൊണ്ടല്ല, നമ്മളായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സമാധാനപരമായിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെയും തീർക്കണം. എനിക്ക് ഇനി ഇറങ്ങി പുറത്ത് ഇതേപോലെ പ്രവർത്തിക്കേണ്ട ആ ഒരു ഇത് എനിക്ക് CPM-ന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ ഗുണ്ടകളുടെ ഈ അക്രമം ഒന്ന് മാറ്റിത്തരണം. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ അനുപമ, എന്തായാലും വലിയ വിജയമാണ് താങ്കൾ അവിടെ നേടിയത്. സ്വാഭാവികമായും CPM-ന്റെ ഭാഗത്ത് നിന്നും ഇത്തരം അസഹിഷ്ണുത, ഇത്തരം വിജയങ്ങൾക്കെതിരെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, വിശേഷിച്ച് കണ്ണൂർ പോലെയുള്ള ജില്ലകളിലൊക്കെ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തെക്കൻ കേരളത്തിലെ കണ്ണൂർ എന്ന നിലയിൽ CPM നോക്കിക്കാണുന്ന ഒരു സ്ഥലത്ത് BJP-യുടെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ വ്യാപകമായ അക്രമം നടത്തുന്നത്. മനോജ് തുടരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനോജ്, അപ്പോൾ ഈ പോലീസിന്റെ ഒരു സംരക്ഷണം ഈ ക്രിമിനലുകൾക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വലിയ ആക്രമണമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെ മർദ്ദനമുണ്ടായി, വീടുകൾ കത്തിച്ചു. എന്നിട്ടും വളരെ ദുർബലമായ വകുപ്പുകൾ FIR-ൽ ഇട്ടുകൊണ്ടാണ് ഈ 4 ക്രിമിനലുകൾക്കെതിരെ പേരിന് വേണ്ടി ഒരു കേസെടുത്തിരിക്കുന്നത്. തീർച്ചയായും ആ FIR പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏത് തരത്തിലേക്കാണ് പോലീസ് ഈ കേസ് കൊണ്ടുപോയിരിക്കുന്നതെന്ന്. അതായത് ഒരു പരാതിക്കാരി നൽകിയിട്ടുള്ള മൊഴി അത് കൃത്യമായും സ്വീകരിച്ചുകൊണ്ട് അതിൽ എന്തൊക്കെയാണ് FIR-ൽ ഉൾപ്പെടുത്തേണ്ടത്. സാധാരണയായി ഒരു പരാതിക്കാരിയുടെ മൊഴി അത് പൂർണ്ണമായും പോലീസ് പരിശോധിക്കണം. പരിശോധിച്ച ശേഷം FIR ഇടേണ്ടതുണ്ട്. എന്നാൽ ഇതിൽ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ ഭൂരിഭാഗം കാര്യങ്ങളും ഒഴിവാക്കി തങ്ങൾക്ക് തോന്നിയ രീതിയിലുള്ള ഒരു FIR അതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പോലീസിന് തോന്നിയ രീതിയിൽ എങ്ങനെയാണോ CPM പ്രവർത്തകർക്ക് ഈ കേസിൽ നിന്നും ഊരിപ്പോകേണ്ടത് അതിന് വേണ്ട എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ഒരുക്കി വെച്ചാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് തന്നെയാണ് ഇവിടെ തുടർന്ന് വരുന്നത്. ഈ കടയ്ക്കലിലാണെങ്കിൽ ഏത് തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നാലും CPM-ന് അനുകൂലമായി നിൽക്കുന്ന ഒരു പോലീസ് സംവിധാനത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് പാർട്ടിക്ക് അതീതമായി അവിടെ ഒന്നുമില്ല എന്നുള്ള സഖാക്കളുടെ ഒരു നിലപാട്, അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ BJP-യുടെ ഒരു പ്രതിനിധി വിജയിച്ച് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്നത്. എന്നാൽ അവർക്ക് വേണ്ട പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോഴും അനുഭവം പറയുന്നുണ്ട്, എനിക്ക് സമാധാനപരമായി എൻ്റെ വാർഡിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ വാർഡിലുള്ള ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. പക്ഷേ അതിനുപോലും അനുവദിക്കാത്ത ഒരു കാര്യം, അതായത് തോൽവി അംഗീകരിക്കാൻ CPM-ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തങ്ങളെന്നും ജയിച്ചു വരുന്ന ഒരു സ്ഥലത്ത് തങ്ങളെ ജനങ്ങൾ മാറ്റി നിർത്തി എന്നുള്ളത്, അതായത് ഒരു പൊതുജന വികാരം നമ്മൾ അവിടെ കണ്ടു. എന്നാൽ അത് അംഗീകരിക്കാൻ CPM-ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ തോറ്റുവെന്ന് CPM-നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വലിയ പാടാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അതുപോലും അംഗീകരിക്കാൻ